ടേസ്റ്റെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. സോ ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകുന്നു. The Appliance is an AI cooking assistant that offers a diverse range of recipes, effortless rice cooking, easy preparation of dough and dosa batter, and etc. ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു കേക്ക് റെസിപ്പിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കി നോക്കാം. ഇന്ന് എത്രത്തോളം അത് വർക്കൗട്ട് ആവുമെന്നും കൂടെ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ വാനില കപ്പ് കേക്കാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മൈദ, ബേക്കിംഗ് സോഡ, ഉപ്പ്, അതേപോലെ ബട്ടർ, ഷുഗർ, വാനിലയുടെ എസൻസ്, മുട്ട, അതേപോലെ ടോണ്ട് മിൽക്ക്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദ 120 ഗ്രാം നമ്മൾ ഓൾറെഡി അളവെടുത്ത് വെച്ചിട്ടുണ്ട്, വെയിറ്റ് നോക്കി വെച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മീഡിയം സ്പൂണ് ബേക്കിംഗ്. അതിൽ ഞാൻ ഒരു മീഡിയം സ്പൂണല്ല എടുത്തിരിക്കുന്നത്, ഒരു സ്മോൾ സ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ സോൾട്ട് ഒരു സ്മോൾ സ്പൂണാണ്, അത് അതേപോലെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ ഇത്തിരി കുറച്ചാണ് ആഡ് ചെയ്തിരിക്കുന്നത്. മീഡിയം സ്പൂണ് സ്മോൾ സ്പൂൺ ആക്കി, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മിനിറ്റ് അടുത്തേക്കേ വരത്തുള്ളൂ അതൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. ഒരു മിനിറ്റ് അടുത്ത് വേണ്ടി വരില്ല. ഇനിയിപ്പോൾ 5 സെക്കൻഡ് കൂടെ ഉണ്ട്. അത് നല്ല രീതിയിലൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ഞാനുള്ള റൂം ടെമ്പറേച്ചർ ആക്കി വെച്ചിട്ടുണ്ട്. ആ ബട്ടർ 100 ഗ്രാമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അത്ര ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ അതിൻ്റെ പകുതി താഴെ എടുത്തിട്ടുള്ളൂ ബട്ടർ എടുത്തിട്ടുള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചും കറക്റ്റ്. എനിക്ക് മധുരം ഒന്നും അധികം ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു അളവ് ഉള്ളതിനേക്കാളും കുറച്ച്. ഇപ്പോൾ പഞ്ചസാര തന്നെ നമുക്ക് 100 ഗ്രാമാണ് വേണ്ടത്, പക്ഷേ ഞാൻ 76 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ ഇനിയും കുറക്കാം. പിന്നെ വാനിലയുടെ എസൻസ് ഒരു മീഡിയം സ്പൂണാണ് നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത്. അത് ഞാൻ ഒരു മീഡിയം സ്പൂൺ എന്നുള്ളത് ഒരു സ്മോൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. വാനിലയുടെ എസൻസ് നമുക്ക് മേടിക്കാനായിട്ട് ലഭിക്കും. പല വെറൈറ്റി കമ്പനികളുടെ ഉണ്ട്, നമുക്കത് മേടിക്കാൻ പറ്റും. മുട്ട 2 എണ്ണമാണ് കോഴിമുട്ട പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു മുട്ടയെ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതെൻ്റെ ടേസ്റ്റ് അനുസരിച്ചിട്ട് അത്രയും ക്വാണ്ടിറ്റി കുറച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇപ്പോൾ രണ്ടാമത് ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് 1 മിനിറ്റും 10 സെക്കൻഡുമാണ് വേണ്ടത്. അത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ നമ്മൾ നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. ഞാൻ ഈ ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടി അത് ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്ത് കറക്റ്റായിട്ട് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ ഓൾറെഡി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാല് 120 ഗ്രാം വേണം. അത് കറക്റ്റ് അളവ് തന്നെയാണ്. 117 ഗ്രാമാണ് അളന്ന് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മൂന്നാമത് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു, ഇത് തേർഡ് സ്റ്റെപ്പാണ്. ഇത് ഫൈനൽ സ്റ്റേജാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തതിലേക്ക് പാലൊഴിച്ചതിന് ശേഷം അതിനും വേണം 1 മിനിറ്റും 10 സെക്കൻഡ്. അപ്പോൾ അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ മിക്സ് ചെയ്തത് നമുക്കത് കാണാൻ പറ്റും, ഇതിലേക്ക് മിക്സായി വരുന്നത്. നമുക്ക് മിക്സ് ചെയ്യണത് കറക്റ്റായിട്ട് അതിൽ കാണാൻ പറ്റും. ഇപ്പോൾ അതിനുശേഷം ആ ഒരു 3 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് ടേക്ക് കൺട്രോളിലെടുത്തിട്ട് അതിൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്നത്, അത് ശരിക്കും മിക്സ് ആക്കാനായിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ കൂടുതൽ ടൈം എടുക്കുന്നുണ്ട്. കുറേ നേരം അതൊന്ന് കറങ്ങട്ടെ, നല്ല രീതിയിൽ മിക്സായിട്ട് വരും എന്നുള്ള കണക്കൂട്ടിൽ 5 മിനിറ്റിലേക്ക് അത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബേക്കിങ്ങിന് മുമ്പായിട്ട് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ പ്രീഹീറ്റ് ചെയ്യുന്നത് 5 മിനിറ്റാണ്. അപ്പോൾ ഓവനിൽ കൺവെൻഷൻ മോഡ് എടുത്തിട്ട് ഞാനത് 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് ആക്കി വെച്ചു. അതിനുശേഷം വീണ്ടും ഞാൻ സ്റ്റാർട്ട് കൊടുത്തിട്ട് ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അത് 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ് ചെയ്യുന്നവരുണ്ട്. ഞാൻ 5 മിനിറ്റാണ് ചെയ്തത്. ആ 5 മിനിറ്റ് ഇത് പ്രീഹീറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ബാറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മെഷീനിൽ, അതായത് നമ്മുടെ AI അസിസ്റ്റൻറ്റ്, കുക്കിംഗ് അസിസ്റ്റൻറ്റ് മെഷീനിൽ ആ 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബാറ്റർ
ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ബാറ്ററി ഇനി കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് സാധാരണ ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ അതിനൊരു എന്താ പറയുക ഒരു മെഷീനൊക്കെ ഉണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ മിക്സ് ആക്കുന്നത്. അതിന് പകരം ഞാൻ ഇതിൽ തന്നെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ മോൾഡിലേക്ക്, അതായത് കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന മോൾഡ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറിയ കപ്പ് കേക്കിൻ്റെ മോൾഡാണ് മേടിച്ചത്. 6 എണ്ണം മേടിച്ചിട്ടുണ്ട്. അതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ കുറച്ച് മിച്ചം വന്നത് കാരണം വേറൊരു മോൾഡും കൂടെ മേടിച്ചിട്ടുണ്ടായി, ഹാർട്ട് ഷേപ്പിലുള്ള. അതിനകത്തോട്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൺവെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിലേക്ക് വെച്ചതിന് ശേഷം ഞാൻ ഓവനിലേക്ക് സാധനം ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് പോകാനായിട്ടുള്ളത്. അത് ബേക്ക് ചെയ്യാനായിട്ട് ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല ചൂട്, ഓൾറെഡി നല്ല ഹീറ്റിംഗ് അറ്റ്മോസ്ഫിയർ ആണ്. അതിൽ ഞാൻ വീണ്ടും 180 ഡിഗ്രി കൺവെൻഷനിൽ സെറ്റ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് എന്നുള്ള ആ ഒരു സെക്ഷൻ എടുത്തു. അതിന് താഴത്തൊരു നോബുണ്ട്. അത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 45 മിനിറ്റാണ് ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ മിനിമം ഒരു 30 മിനിറ്റെങ്കിലും എന്തായാലും വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനത് 30 മിനിറ്റിൽ ഒന്ന് നോക്കണം. അതിനുശേഷം ബാക്കിയുള്ള 50 മിനിറ്റ്സും കൂടെ റൺ ചെയ്ത് പൊക്കോട്ടെ എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാനത് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഓവനിലൊക്കെ ചെയ്യുന്ന പലർക്കും പല ഓവനാണെങ്കിലും ഹീറ്റൊക്കെ ഏതാണ്ടൊക്കെ സെയിം ആയിരിക്കും. പിന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ ചെറിയ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ, അതനുസരിച്ചിട്ടാണ്. അപ്പോൾ 30 മിനിറ്റിൽ നിങ്ങൾക്കത് എടുത്തു നോക്കി നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു, ആ ഒരു ക്വാളിറ്റി മതി എന്നുണ്ടെങ്കിൽ, ആ ഒരു റേഞ്ചിൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 മിനിറ്റിൽ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൽ ബട്ടൺസൊക്കെ ഞാനൊന്ന് കാണിച്ചതാണ്. ഇതിൽ ഗ്രില്ല് ചെയ്യാം, കബാബ് ഉണ്ടാക്കാം. അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് മുമ്പോട്ട് ഞാൻ വരുന്നതാണ്. ഞാൻ അത്ര വലിയ പാചകക്കാരനോ ഒന്നുമല്ല, കുക്കിങ്ങിൻ്റെ ABCD എനിക്കറിയില്ല. അപ്പോൾ ഇത് ഓരോന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ പ്രൊഫഷണലായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് അല്ല നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. ഞാൻ ചെയ്യുന്ന വീഡിയോസ് തന്നെ നേരെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിലെന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഓപ്പണായിട്ട് പറയുകയും ചെയ്യും, അത് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഏറെക്കുറെയൊക്കെ ഒന്നും അറിയാത്ത ഒരാൾക്ക് ഇതൊക്കെ വലിയൊരു വിജയം തന്നെയാണ്. ഒരു കുക്കിംഗ് അല്ലെങ്കിൽ ഒരു കേക്കൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബ്രൗണിഷ് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് 45 മിനിറ്റ്സ് ആണ്. പക്ഷേ ഇത് 30 മിനിറ്റിലേക്കാണെങ്കിൽ ഇതിൻ്റെ കളറ് കുറയും. ടൈം കൂടുന്നതനുസരിച്ചിട്ട് ഇത് നല്ല രീതിയിൽ മൊരിഞ്ഞുകൊണ്ടിരിക്കും. ടൈം കുറയുന്നതനുസരിച്ചിട്ട് ആ മൊരിച്ചിൽ കുറയും. അപ്പോൾ ചെറിയൊരു യെല്ലോ കളറായിരിക്കും. 30 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ അതിനൊരു യെല്ലോ കളറായിരിക്കും. അത് ഇത്തിരി കൂടി ഡാർക്ക് ബ്രൗണിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം കൂട്ടി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നല്ല രീതിയിൽ നല്ല ഡിസൈനിലും സൈഡൊക്കെ നല്ല രീതിയിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ കുറച്ചും കൂടെ പഞ്ചസാര കുറച്ചാൽ കൊള്ളാം എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു ഇത്തിരി മധുരം കൂടുതലാണ്. ഞാൻ അത്ര മധുരം ഇഷ്ടപ്പെടുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മധുരം നമുക്ക് ആ ഗ്രാമിൽ നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ കട്ടൻ ചായയുടെ കൂടെ ഒരു പിടിക്കാം എന്ന് വിചാരിച്ചൊരു തീരുമാനം വന്നപ്പോൾ പെട്ടെന്ന് വൈകിട്ട് സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.